മുട്ട ബെഡിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് മുട്ട പൊട്ടിയില്ല വരും. കറിപ്പാത്രമോ ചായപാത്രമോ എന്തൊക്കെയോ ബെഡിൽ കൊണ്ടുവന്ന് ഒഴിച്ച് ഇതൊക്കെ ഒരു ആഭാസമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഇതിൽ ഇങ്ങനെയൊക്കെയാണോ മാട്രസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതും ചൂസ് ചെയ്യേണ്ടത്? ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഒരു ബെഡ് വാങ്ങിയിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ചാടി കളിക്കുന്നു. അത് തീരെ മറിയുന്നില്ല എന്നുള്ളൊരു രീതിയിൽ. അതേപോലെ തന്നെ മുട്ട ബെഡിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് മുട്ട പൊട്ടിയില്ല, വെരി ഗുഡ്. പിന്നെ ഒരിക്കൽ കാണാൻ ഇടയായി കറിപ്പാത്രമോ ചായപാത്രമോ എന്തൊക്കെയോ ബെഡിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് അത് പിന്നെ പ്രൊട്ടക്ടറിൻ്റെ പരസ്യമാണ്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ മാട്രസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതും ചൂസ് ചെയ്യേണ്ടതും? ഇതാണോ മാട്രസിൻ്റെ കംഫർട്ട്നെസ് എന്ന് പറയുന്നത്? ഓരോ വ്യക്തികൾക്കും അവരുടെ ബോഡി സ്റ്റൈലിനും ഏജിനും ഒക്കെ അനുസരിച്ചുള്ള മാട്രസ് ഡിഫറൻ്റ് ആണ്. അല്ലാതെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ചാടി കളിച്ചിട്ട് അത് മറിഞ്ഞില്ല എന്നുള്ളതല്ല മാട്രസിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആപ്റ്റായിട്ടുള്ള മാട്രസ് എന്നതിൻ്റെ അടിസ്ഥാനം. ഒരു മുട്ട വിരിച്ചിട്ട് ബെഡിൽ മുട്ട വെച്ചിട്ട് അത് വിരിച്ചിട്ട് അതിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ മുട്ട പൊട്ടിയിട്ടില്ല എന്നുള്ളതാണോ ഒരു മാട്രസിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു ആഭാസമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം ചെയ്യേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള മാട്രസ് ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാൻ ഒരു സ്ലീപ്പ് കൺസൾട്ടൻറ്റിന് പറ്റും. അതേപോലെ തന്നെ ഒരു മാട്രസിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള മാനുഫാക്ചർക്കും പറ്റും. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഏറ്റവും സുഗമമാക്കി മാറ്റാൻ പറ്റും. അതേപോലെ ഏറ്റവും ഫ്രഷ്നെസ്സോട് കൂടിയിട്ട്, ഡീപ്പ് ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് എണീക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.